ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായുള്ള വചനം മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ കൂടുതലായിട്ട് പറയാൻ ഈ വചനത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നാം ഈ ലോകത്ത് എന്തെല്ലാം നേടിയാലും ഒന്നുമല്ല പ്രിയ സഹോദരങ്ങളെ. മുമ്പേ ദൈവത്തിൻ്റെ രാജ്യം നേടുന്നതാണ് വലുത്. ആ രാജ്യം നേടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമാണോ എന്ന് സ്വർഗീയ പിതാവിന് അറിയാം. അതെല്ലാം നിങ്ങൾക്ക് അതേപടി കിട്ടും. പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ആകുല ചിന്തകൾ കൊണ്ട് നീറുമ്പോൾ ആയുസ്സിൻ്റെ ദൈർഘ്യമാണ് കുറയുന്നത്. നമ്മുടെ ജീവനെ നാമായിട്ട് തന്നെയാണ് നശിപ്പിക്കുന്നത് എന്നത് ഓർക്കുവിൻ. അതുമാത്രമല്ല, ഇന്നത്തെ ലോകത്ത് നോക്കുമ്പോൾ ആത്മഹത്യയുടെ പ്രവണത, എവിടെ നോക്കിയാലും അനീതി. കാരണം എന്താണ്? മറ്റുള്ളവരെക്കാട്ടിൽ ഈ ലോകത്തിൽ എന്ത് നേടാമെന്നുള്ള ചിന്ത. ആ ഒരു ചിന്ത കാരണമാണ് ഈ ലോകത്ത് ഇങ്ങനെയുള്ളൊരിത് ഉണ്ടാകാൻ കാരണമേ അതാണ്. പ്രിയ സഹോദരങ്ങളെ, നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെയും, അതായത് മാതാപിതാക്കൾ അറിയേണ്ട ഒരു കാര്യം, നാം വിദ്യാഭ്യാസത്തിന് വേണ്ടി അവിടെ പോയി പഠിക്കുക, ഇവിടെ പോയി പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, വല്ല ജോലി വാങ്ങുക എന്ന ഒരു ഊക്കപ്പെടുത്താൻ എല്ലാ മാതാപിതാക്കളും കഴിയുന്നുണ്ടല്ലോ. എന്നാൽ നാം യഥാർത്ഥ ആവശ്യം ഒന്നേ ഉള്ളൂ. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കേണ്ടത്, പിതാവായ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കേണ്ടത് നാം പറഞ്ഞു കൊടുക്കുമ്പോൾ, നമ്മുടെ മക്കളെ നാം പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും അവർ വഴിതെറ്റി പോകുവാനോ അവർക്ക് വേണ്ടാത്ത വിചാരങ്ങളോ വരികയില്ല. കാരണം പിതാവായ ദൈവത്തെ മുതലാവത് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു മക്കൾ ജീവിതത്തിൽ ഉയർന്നു കാണും. തീർച്ചയായിട്ടും അവർക്കുള്ള വഴി പിതാവായ ദൈവം പറഞ്ഞു കൊടുക്കും. സഹോദരങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, ഈ വചനം നിങ്ങൾ എപ്പോഴും ഓർക്കണം. മുമ്പേ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ ഈ ലോകത്ത് എന്ത് നേടാം, എങ്ങനെ നേടാം, കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തി അങ്ങനെ ഈ ലോകത്ത് ഒരു കുറ്റക്കുറവുകളോടെ, മറ്റുള്ളവരെ കുറ്റം കുറവുകളോടെ കാണാതെ നമ്മളെക്കാട്ടിലും, അതായത് ഞാനെന്ന വ്യക്തിയെക്കാട്ടിലും മറ്റുള്ളവൻ ഉയർന്നവനെന്ന മനം നമുക്ക് ഓരോരുത്തർക്കും വേണം. പ്രിയ സഹോദരങ്ങളെ, ഈശോ കുരിശിൽ കാണിച്ച പാഠം, എത്രയോ വലിയവനായിരുന്നു എൻ്റെ ഈശോ, എന്നാൽ അയാളുടെ സ്നേഹം എത്ര വലുതാ. നാം ഓരോ വ്യക്തികളെ എത്രമാത്രം പിതാവായി ദൈവം സ്നേഹിച്ചതുകൊണ്ടാണ് സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചതെന്ന് നാം ഓർക്കുക. ആ പുത്രൻ ക്രൂശിൽ കാണിച്ചത് എന്താണ്? വിനയം, താഴ്മ. തെറ്റില്ലാത്ത നാഥൻ തെറ്റായി നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ ചുമന്നു നമ്മുടെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട്. പ്രിയ സ്നേഹ സഹോദരങ്ങളെ, ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഈ ലോകത്തുള്ള എല്ലാം ഒരു നാൾ ഇട്ടിട്ട് പോകേണ്ടവരാ നാം എല്ലാവരും. നാം മുതലാവത് ദൈവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം പ്രിയ സഹോദരങ്ങളെ. മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം പ്രിയ സഹോദരങ്ങളെ. ആ മക്കൾ ഒരിക്കലും വഴിതെറ്റിപ്പോകാനോ നമ്മുടെ കുടുംബങ്ങളിൽ വിഷമതകളാകാനോ ഒരിക്കലും വിഷമതകളാകുകയില്ല, ഉറപ്പാ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.